രണ്ട് കോയാക്കല്ലേ ബിരിയാണി കാക്കച്ചാളും പോയി പറഞ്ഞു എന്നിട്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ അറിഞ്ഞില്ലേ കൊമ്പങ്ങാടാണ് ഇളകി വരുന്നുണ്ട് അയാളെ 5000 റുപ്യ തരാൻ പറയട്ടോ ഞാൻ ഇവിടെ ഇതെന്ന് പറഞ്ഞു കേട്ടോ കാര്യം ഞാൻ ഏറ്റു. കാളി അവിടെ അമ്മ ഇവിടെ ഇല്ല. ഇവിടെ പാടുന്ന ചോർന്ന് അമ്മ കാളിയെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള 5000 റുപ്യ കൊടുക്കാൻ അമ്മനെ കാണാൻ പറ്റൂല. അന്റെ അമ്മക്ക് 5000 റുപ്യ 5 ലക്ഷം റുപ്യ എടുക്കാനാ ഞാൻ വന്നിക്കണേ. ആണോ? അപ്പൊ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഇപ്പൊ വരില്ല. 5 ലക്ഷം റുപ്യ ഇങ്ങോട്ട് കാട്ടിയാണ്. ഇത് അനക്കുള്ളതല്ല, ഇത് പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്, ഓർക്കുള്ളതാണ്. നിങ്ങൾ അടുത്ത കുമ്പത്തിൽ വരും. അപ്പൊ എനിക്ക് ഇതാ പെണ്ണട്ടാ 29 പരിപാടിക്കത്തെ കുമ്പത്തിലും അതിന് കാര്യം. മാന്യ കാളേ ഇത് കിട്ടിയോ? അതൊക്കെ വന്നപ്പോഴേ കിട്ടി. അനക്ക് അടിപൊളിയായിട്ട് ബിരിയാണി വെക്കാൻ അറിയോ? എന്നാ 5 ലക്ഷം റുപ്യ വകുപ്പുണ്ട്. എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. 5000 റുപ്യ മനുഷ്യന്റെ തലന്റെ താല്പര്യം എപ്പോഴും മാറിയില്ല. ബിരിയാണി കൊന്നവിടെ നിന്നാണി എന്തേ നിങ്ങളല്ലേ ബിരിയാണി വെക്കാൻ അറിഞ്ഞാൽ 5 ലക്ഷം റുപ്യ കിട്ടുന്ന കാളിയമ്മനോട് പറഞ്ഞത് എന്ത് സംഭവം? അതിന് എനിക്ക് ബിരിയാണി വെക്കാൻ അറിയോ? ഞാൻ ഉസാറായിട്ട് വെക്കുവേ. എന്നാ ശ്രദ്ധിച്ചു കേട്ടോ, മാതൃഭൂമിയും റോസ് ബ്രാൻഡും കൂടെ കൂടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിരിയാണി കോൺടെസ്റ്റ് നടക്കുകയാണ്. 1ാം സമ്മാനമായിട്ട് 5 ലക്ഷം റുപ്യ, 2ാം സമ്മാനമായിട്ട് 3 ലക്ഷം റുപ്യ, 3ാം സമ്മാനമായിട്ട് 1 ലക്ഷം റുപ്യ കൊടുക്കുന്നു. ഞാൻ അത് മാത്രമല്ല, ജില്ലാ തലത്തിലാണെന്നുണ്ടെങ്കിൽ 1ാം സമ്മാനം 25,000, 2ാം സമ്മാനം 15,000, 3ാം സമ്മാനം 10,000 റുപ്യ കിട്ടാൻ പോകുന്നു. അപ്പൊ ഇതെന്നാ മത്സരം? നമ്മളെ മലപ്പുറത്ത് ജനുവരി 21-ാം തീയതി. അപ്പൊ ഞാൻ അതിൽ പങ്കെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനൊരു QR കോഡ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ KBQ ടൈപ്പ് ചെയ്താൽ അയച്ചു കൊടുത്താൽ മതി. 5 ലക്ഷം റുപ്യ വെറുതെ കളയണ്ട, എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞാളാ. എനിക്ക് 5 ലക്ഷം റുപ്യ വേണ്ട, 500 റുപ്യ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടാക്കിയതാ. അത് പെണ്ണുങ്ങൾക്കുള്ള പരിപാടിയാണ്, ആണുങ്ങൾക്കുള്ള പരിപാടിയാണ്.